ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വരെ ജീവിപ്പാൻ ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ധന്യനായിരിക്കുന്ന പൗലോസ് റോമയിൽ തടവിലായിരുന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളെയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. AD 60-61 കാലഘട്ടത്തിലാണ് ഈ ലേഖനങ്ങൾ എഴുതുവാനിടയായതെന്ന് ചിന്തിച്ചു വരുന്നു. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലമോൻ എന്നീ ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങളായി അറിയപ്പെടുന്നത്. കൊലോസ്യയിൽ സുവിശേഷ വ്യക്തത എങ്ങനെയെന്ന് വ്യക്തമായി പറയുക സാധ്യമല്ല. പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ അവിടെയുള്ള വിശ്വാസികളെ അപ്പസ്തോലന് മുഖപരിചയമില്ലായിരുന്നുവെന്ന് കൊലോസ്യ ലേഖനം 2:1 നിന്ന് മനസ്സിലാക്കാം. എപ്പഫ്രാസ് ആണ് അവിടെ സുവിശേഷം അറിയിച്ചത് എന്ന് പൊതുവെ കരുതുന്നു. പൗലോസ് 3 വർഷക്കാലം എഫെസോസിൽ പാർത്ത് സുവിശേഷം അറിയിച്ചിരുന്ന കാലത്ത് എപ്പഫ്രാസ് രക്ഷാനിർണയത്തിലേക്ക് നടത്തപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടർന്ന് എപ്പഫ്രാസ് സുവിശേഷ തൽപരനായി കൊലോസ്യയിൽ സുവിശേഷം അറിയിച്ചു. അവിടെ സഭയുണ്ടാകുവാനിടയായി. പൗലോസ് റോമയിലുണ്ട് എന്ന വാർത്ത അറിഞ്ഞ് എപ്പഫ്രാസ് അവിടെ എത്തി പൗലോസിനോട് കൊലോസ്യ സഭയെക്കുറിച്ച് പറഞ്ഞ് വിവരങ്ങൾ ഗ്രഹിപ്പിച്ചതുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടി ലേഖനം എഴുതി തിർക്കോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചു. കൊലോസ്യ സഭയെ നോസ്റ്റിക് അഥവാ ജ്ഞാനവാദം എന്ന ഉപദേശം വല്ലാതെ ബാധിച്ചിരുന്നുവെന്ന് ഈ ലേഖനത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. തങ്ങളുടെ അറിവിൽ അവർ അഹങ്കരിച്ചിരുന്നു. അപ്പോസ്തലന്മാർക്കുള്ളതിലും വലിയ അറിവ് തങ്ങൾക്കുണ്ട് എന്ന് അവർ ചിന്തിച്ചിരുന്നു. ജ്ഞാനവാദികൾ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും ദൈവത്വവും വേണ്ട പോലെ അംഗീകരിക്കാത്തവരാണ്. സ്നാനസമയത്ത് യേശുവിൻ്റെ മേൽ വന്ന് ആത്മീയ സ്വാധീനതയാണ് ക്രിസ്തു എന്നും ക്രൂശീകരണത്തിന് മുമ്പ് യേശുവിനെ ക്രിസ്തു വിട്ടുപോയിരുന്നുവെന്നും അവർ പഠിപ്പിക്കുന്നു. തൽഫലമായി യേശുവാണ് മരിച്ചത് എന്നവർ പ്രചരിപ്പിച്ച് വന്നു. നോസ്റ്റിക്കുകളിൽ ഒരു കൂട്ടർ പഠിപ്പിച്ചു വന്നത് പാപപങ്കിലമായ ശരീരത്തിൽ തിന്മയുടെ സ്പർശം ഉണ്ടാകാതിരിപ്പാൻ ലോകത്തിലുള്ള സകലതിൽ നിന്നും ഭൗതികമായ എല്ലാ സുഖ താൽപ്പര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി ആത്മീയ നിലവാരം കൈവരിക്കുവാൻ പരിശ്രമിക്കണം. അതിനായി ശരീരത്തെ തന്നെ ദണ്ഡിപ്പിക്കണം. ചില ആഹാരങ്ങൾ കഴിക്കാതെ ഇരിക്കണം. ത്യാഗപരമായ ജീവിതം നയിക്കണം. അങ്ങനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുവാൻ ശ്രമിക്കണം. മറ്റു ചിലർ എതിർദിശയിലേക്ക് തിരിഞ്ഞ് സുഖഭോഗങ്ങളിൽ മുഴുകി. അവർ പറയുന്നത് ശരീരം ഈ ലോകത്ത് ജീവിക്കുവാനും സൂഹിക്കുവാനും ഉള്ളതാണ്. ദൈവത്തോട് ബന്ധപ്പെടുന്നത് ആത്മാവാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് ഇഷ്ടം പോലെ ആകാം എന്നത്രേ. എന്നാൽ തിരുവെഴുത്ത് പറയുന്നത് ശ്രദ്ധിക്കണം. യൂദയുടെ ലേഖനം 4-ാം വാക്യത്തിൽ ജ്ഞാനവാദികളുടെ വാദത്തെ തള്ളി ദൈവാത്മാവ് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞ് വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ടുതന്നെ എഴുതിയിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ പഴയ നിയമ പുസ്തകങ്ങളിലെ ഉദ്ധരണിയിലൂടെ യൂദ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1. അവിശ്വാസികളായി തീർന്ന ഇസ്രായേൽ ജനം. 2. പാപം ചെയ്ത ദൂതന്മാർ. 3. സോദോമിലെയും ഗോമോറയിലെയും ജനം. ഒന്നാമതായി യൂദ ചൂണ്ടിക്കാണിക്കുന്നത് മരുഭൂമിയിലെ ഇസ്രായേൽ ജനത്തെയാണ്. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുവെങ്കിലും വിശ്വസിക്കാത്തവരെ പിന്നത്തേത് നശിപ്പിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:5 മുതൽ 10 വരെയുള്ള വേദഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് കനാൻ ദേശം വാഗ്ദത്തം ചെയ്തു. ആ വാഗ്ദത്തത്തിൽ അതിൻ്റെ നിവൃത്തിക്ക് ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഒറ്റുനോക്കുവാൻ പോയവരുടെ തെറ്റായ കണ്ടെത്തലുകളിലും വിവരണത്തിലും ജനം ആശ്രയിച്ചു. ഫലം ദുഃഖപര്യവസായിയായി. മത്സരത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും രണ്ടാമത്തെ ഉദാഹരണം പാപം ചെയ്ത ദൂതന്മാരാണ്. അവരെക്കുറിച്ച് നമുക്കുള്ള അറിവ് അവർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ വന്നവരും സ്വന്തം വാസസ്ഥലം വിട്ടുപോയവരും മഹാദിവസത്തിൻ്റെ വിധിക്കായിട്ട് എന്നേക്കും ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിക്കപ്പെടുന്നവരും ആണ് എന്നതാണ്. ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം മറന്ന് മറ്റുള്ളതിന്മേൽ നോട്ടം വെച്ച് തോറ്റുപോകുന്ന എത്രയോ മനുഷ്യർ. മൂന്നാമതായി യൂദ നൽകുന്ന ഉദാഹരണം സോദോമിനെയും ഗോമോരയെയും കുറിച്ചുള്ളതാണ്. യൂദ 7-ാം വാക്യം ആരംഭിക്കുന്നത് അതുപോലെ എന്ന പ്രയോഗത്തോടു കൂടെയാണ്.
ദൂതന്മാരുടെ വീഴ്ചയ്ക്കും സമാനമായ പതനമാണ് സൊദോമ്യർക്കും ഉണ്ടായത് എന്നാണ് അർത്ഥം. പ്രകൃതി വിരുദ്ധവും ദൈവത്തിന് വെറുപ്പും ഉളവാക്കുന്ന തരത്തിലുള്ള ദുർനടപ്പായിരുന്നു അവരുടെ പാപം. ലൈംഗിക വൈകൃതം എന്ന പാപത്തെക്കുറിച്ച് റോമാലേഖനം 1:26-27 വാക്യങ്ങളിൽ കാണുന്നുമുണ്ട്. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോടാൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. അന്യജഡം മോഹിച്ചു നടന്നു എന്നാണ് യൂദ ഈ പാപത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ആധുനിക കാലത്ത് സ്വവർഗഭോഗത്തെ പരസ്യമായി പരിരക്ഷിക്കുന്നതും അതിനുള്ള നിയമസംരക്ഷണം നേടിയതും ദൈവത്താൽ നിയമിക്കപ്പെട്ട പ്രകൃത്യാലുള്ള പ്രമാണത്തിന് വിരുദ്ധമാണ്. അപ്രകാരമുള്ള ദുർമാർഗികൾക്ക് മുന്നറിയിപ്പായി നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ട സോദോം ഗോമോരയുടെ അനുഭവവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള മനുഷ്യർ സ്വപ്നാവസ്ഥയിൽ ജീവിച്ച് ജഡത്തെ മലിനമാക്കുന്നു. മയക്കമരുന്നും കഞ്ചാവും വരുത്തിവയ്ക്കുന്ന വിന അതുതന്നെയാണ്. അവർ ദൈവത്തിനും ഭരണസ്ഥാപനത്തിനും എതിരെ മത്സരിക്കുന്നു. നിയമരഹിത ജീവിതവും അരാജകത്വവും അവർ ആഗ്രഹിക്കുന്നു. അവർ മഹിമകളെ ദുഷിക്കുന്നു. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല എന്നവർ മറന്നുപോകുന്നു. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് റോമർ 13:1 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ പറയുന്നു. പ്രധാന ദൂതനായ മിഖായേൽ പോലും എടുക്കുവാൻ തുനിയാത്ത സ്വാതന്ത്ര്യം അവരെടുക്കുന്നു. മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ മിഖായേൽ ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവിടെയുള്ള പ്രസക്തമായ വസ്തുത പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിടുവാൻ പോകുന്ന ദൈവദൂതനായ മിഖായേൽ ഒരു ദൂഷണവിധിയും പിശാചിനെതിരെ പറയുവാൻ തുനിയാതെ എല്ലാ ശാസനയും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. നമുക്കും അനുകരണീയമായ മാതൃക അതുതന്നെ. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടപ്പെടുത്തിയവർക്കെതിരെ ഭീഷണി മുഴക്കാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രയേ ചെയ്തത്. ഈ നിലയിൽ ഉന്നതമായ ആത്മീയനിലവാരം പുലർത്തുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.